അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ നിസായിലെ ആയത്തുകൾ ഉണർത്തിയ ചില ചിന്തകളാണ് ഇന്നത്തെ ഖുർആൻ ടോക്കിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ചിന്തകളാണ് ഖുർആൻ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അത് ഇൻസ്റ്റൻറ്റേനിയസ്ലി നമുക്ക് ഗൈഡൻസ് ആണ്. അത് നമുക്ക് നൂറാണ്, പ്രകാശമാണ്. നമ്മുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശിഫയാണ്. ചില സമയത്ത് അത് ചില ഓർമ്മപ്പെടുത്തലുകളാണ്, ദിക്റുകളാണ്. ചിലപ്പോൾ അത് ചില വാണിങ്ങുകളുമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരാകൂ. തഖ്വ എന്ന് പറഞ്ഞാൽ റബ്ബിനെക്കുറിച്ച് കോൺഷ്യസ് ആകൂ, റബ്ബിനെക്കുറിച്ച് ബോധവും ഭയവും ഭക്തിയുമുള്ളവരാകൂ എന്നാണ്. തഖ്വയുള്ളവരാകും. അല്ലദീ ഖലഖക്കും, എങ്ങനത്തെ റബ്ബാണ്? നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്. മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ നഫ്സിൽ നിന്ന്. നഫ്സ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് സെൻസിലുള്ള ആത്മാവിന് പറയും. പക്ഷേ ഖുർആനിൽ കൂടുതലും ആത്മാവുള്ള ശരീരത്തെ കുറിക്കാനാണ് വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ, ആരെങ്കിലും ഒരു നഫ്സിനെ കൊന്നാൽ മറ്റൊരു നഫ്സിനോ ഫസാദിനോ പകരമല്ലാതെ, അപ്പോൾ കൊല്ലാൻ കഴിയുന്ന ഒന്നാണ് നഫ്സ്. അതുപോലെ വൈദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅ്തും ഫിയ, നിങ്ങളൊരു നഫ്സിനെ കൊല്ലുകയും അതിൽ ഭിന്നിക്കുകയും ചെയ്തപ്പോൾ, വമാ കാന ലി നഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്, അങ്ങനെ മരണവും കൊല്ലാനൊക്കെ കഴിയുന്ന ആത്മാവുള്ള ഒരു ശരീരമാണ്. അതുപോലെ നഫ്സിനോട് അക്രമം ചെയ്തവർ എന്നും മറ്റൊക്കെയുള്ള ഖുർആൻ്റെ ആയത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ആത്മാവുള്ള ശരീരമാണ്. അപ്പോൾ ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു, ആ ശരീരത്തിൽ നിന്ന് അതിൻ്റെ സൗജിനെ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹ, അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചു. അപ്പോൾ ആദ്യത്തെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുമ്പോൾ പിന്നെ അവിടെ രണ്ട് പേഴ്സായിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ ശരീരം ആദം, അതിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുമ്പോൾ പിന്നെ ആദമും ആ ഇണയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ആദമും ഇണയാണ്. വിത്ത് റെസ്പെക്റ്റ് ടു ആദം, സൃഷ്ടിക്കപ്പെട്ടത് ഇണയാണ്. സൃഷ്ടിക്കപ്പെട്ടതിനെ റെസ്പെക്റ്റ് ചെയ്ത് പറയുമ്പോൾ ആദമും ഇണയാണ്. പിന്നെ അവരിൽ നിന്ന് ബഥ മിൻഹുമാ റിജാലൻ കസീറൻ, ഒരുപാട് സ്ത്രീകളെയും ഒരുപാട് പുരുഷന്മാരെയും ഉണ്ടാക്കി. വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു അള്ളാഹുവിൻ്റെ പേരിലാണോ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്, ആ അള്ളാഹുവിനെ നിങ്ങൾ തഖ്വയുള്ളവരാകും. വല്ല അർഹാം, അർഹാം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രങ്ങൾ എന്നാണ് ലിറ്ററലി അർത്ഥം. വൂംസ് എന്നാണ് അർത്ഥം, ഗർഭപാത്രങ്ങൾ. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് ഉണ്ടായ സഹോദരങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ബ്ലഡ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ മൊത്തം മനുഷ്യരോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അള്ളാഹു നിങ്ങളുടെ മേൽ എല്ലാം നിരീക്ഷിക്കുന്നവനാണ്. ഈ സൂറയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്കാണ് നമുക്ക് ഈ സൂക്തത്തെ കാണാൻ കഴിയുന്നത്. കാരണം ഈ ഒരു സൂറ എല്ലാ മേഖലയിലും, വിശിഷ്യ സ്ത്രീകളുടെയും യതീമുകളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അടിമകളുടെയും അങ്ങനെ തുടങ്ങി വീക്കർ സെക്ഷൻസിൻ്റെയും അതിന് ഉപരിയായിട്ട് മുമിനികൾക്ക് ഇടയിലും മറ്റും ഉണ്ടാകേണ്ട ഫെയർ ഡീലിങ്സിനെ കുറിച്ചാണ് ഈ സൂറ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആമുഖം എന്ന നിലക്കാണ് നിങ്ങളൊക്കെ ഒരൊറ്റ നഫ്സിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാർ, ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയം ഈ സൂറയിൽ കുറേ വരുന്നുണ്ട്. അപ്പം അവിടെ ആണും പെണ്ണും ഒരൊറ്റ നഫ്സിൻ്റെ ഭാഗമാണ്. മാത്രമല്ല വല്ല അർഹം, ഗർഭപാത്രം എന്നുള്ള പ്രയോഗത്തിലൂടെയും നിങ്ങളൊക്കെ ഒരൊറ്റ സോഴ്സിൽ നിന്ന് വന്നവരാണ്. ബാലുക്കും മിംബാലു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളാണ് എന്നുള്ള ഒരു സന്ദേശം ഈ സൂറയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. എല്ലാ രംഗത്തും വേണ്ട ഫെയർ ഡീലിങ്സ് ഈ സൂറയുടെ ഒരു പ്രത്യേകതയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിൽ, സ്ത്രീകളുടെ വിഷയം പറയുമ്പോൾ
അവരുടെ വാത്തുന്നിസ സ്വതക്കാത്തിഹിന്ന നിഹല, അവരുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നു. അവർക്ക് നിങ്ങൾ മഹർ കൊടുക്കണം, അവരുടെ വിവാഹമൂല്യം നല്ല രീതിയിൽ കൊടുക്കണം. അതുപോലെ അനന്തരാവകാശത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സൂറയിൽ ലിരിജാലി നസീബും മിമ്മ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ, പുരുഷന്മാർക്കുണ്ട് അവരുടെ മാതാപിതാക്കളും ഉറ്റ ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സ്വത്തിൻ്റെ ഒരു വിഹിതമുണ്ട്, നസീബ് ഉണ്ട് എന്ന് പറഞ്ഞ അതേ രീതിയിലുള്ള സെൻറ്റൻസിലാണ് പറയുന്നത് വലിനിസായി നസീബും മിമ്മ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ, സ്ത്രീകൾക്കുമുണ്ട് അവരുടെ മാതാപിതാക്കളും ഉറ്റ ബന്ധുക്കളും വിട്ടേച്ചു പോകുന്നതിൻ്റെ ഒരു വിഹിതം. മിമ്മ കല്ല മിൻഹു, അത് എത്ര ചെറുതാകട്ടെ, ഔ കസറ എത്ര വലുതാകട്ടെ, നസീബം മഫ്റൂല നിർബന്ധമാക്കപ്പെട്ട ഒരു വിഹിതം അവർക്കുണ്ട്. അതുപോലെ അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം. വാഷിറുഹുന്ന ബിൽ മഅറൂഫ് ഫൈൻ കരിഹ്തുമൂഹുന്ന, അവരെ നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ, ഭാര്യയുടെ കാര്യം പറയുമ്പോൾ അവരോട് നിങ്ങൾക്ക് അനിഷ്ടമുണ്ടെങ്കിൽ, ഫാസ ഒരുപക്ഷെ ആയേക്കാം, ഇറ്റ് ഈസ് പോസിബിൾ അൻ തക്റഹു ഷൈഅൻ വയജഅൽ അല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങളൊരു കാര്യത്തെ വെറുക്കുകയും അള്ളാഹു ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഖൈർ വെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. നിങ്ങളൊരു പക്ഷേ ഭാര്യയെ എന്തെങ്കിലും വിഷയത്തിൽ അവരോട് അനിഷ്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഭാര്യയിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് ഖൈർ വെച്ചിട്ടുണ്ടാകാം എന്ന് അള്ളാഹു ഉണർത്തുന്നു. ഒരു ഭാര്യയ്ക്ക് പകരം മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുകയാണെങ്കിൽ, അഥവാ വിവാഹമോചനം ചെയ്തുകൊണ്ട് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ തുനിയുകയാണെങ്കിൽ, വൈനറത്തും ഇസ്തിബ്ദാല സൗജിൻ മക്കാന സൗജിൻ വാത്തയിത്തും ഇഹ്ദാവുന്ന കിന്താറൻ ഫലാത്തഖുദു മിൻഹു ഷൈഅ, ആദ്യത്തെ ആൾക്ക് നിങ്ങളൊരു സ്വർണ്ണക്കൂമ്പാരം തന്നെ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും തിരിച്ചു വാങ്ങരുത് എന്ന് അള്ളാഹു പറയുന്നു. അതുപോലെ തന്നെ പുരുഷൻ സമ്പാദിക്കുന്നത് കൊണ്ട്, പണം സമ്പാദിക്കുന്നത് കൊണ്ട് പുരുഷനാണ് സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. റിജാലു ഖവ്വാമൂന അല നിസ ബിമാ ഫല്ലല്ലാഹു ബഅലഹും അലാ ബഅൽ എന്നും നമുക്ക് കാണാൻ കഴിയും. ഇനി ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ വലൻ തസ്തത്തിയു അൻ തഅദിലു ബൈനൻ നിസാ, ഭാര്യമാർക്കിടയിൽ നിങ്ങൾക്ക് പൂർണ്ണ നീതി, ഫുൾ ഇക്വാലിറ്റി നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. വലൗ ഹറസ്ത, നിങ്ങൾ എത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാലും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഫലാ തമീലു കുല്ലൽ മൈൽ, ഒന്നിലേക്ക് തന്നെ ചായാതിരിക്കുക, ബോധപൂർവം ഒന്നിലേക്ക് ചായരുത്, അങ്ങനത്തെ ഒരു ഫെയർനെസ് കാണിക്കണം എന്ന് ഉണർത്തുന്നുണ്ട്. ഫൈൻ തുസ്ലിഹു വതത്തഖു ഫൈനല്ലാഹ കാന ഗഫൂർ റഹീമ, നിങ്ങൾ ഇസ്ലാഹ് ചെയ്യുകയും നന്മ ചെയ്യുകയും അതുപോലെ തഖ്വ കൈക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഗഫൂർ റഹീമുമാണ്. നിങ്ങളെടുത്ത് വരുന്ന ചെറിയ വീഴ്ചകളൊന്നും അള്ളാഹു വലിയ വിഷയമാക്കുന്നില്ല, അവൻ പുറത്തു തരും. ഇങ്ങനെ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാകേണ്ട ഫെയർനെസ്, അവരുടെ ഇടയിൽ ചെയ്യേണ്ട ജസ്റ്റ് ഡീലിങ്സിനെ കുറിച്ച് ഈ സൂറ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അനന്തരാവകാശ നിയമത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ യത്തീമുകളുടെ കാര്യം പറയുമ്പോൾ വാത്തുൽ യത്താമ അംവാലഹും, യത്തീമുകൾക്ക് അവരുടെ ധനം കൊടുക്കുക. വലാ തതബദ്ദലുൽ ഖബീസ ബിത്തൊയ്യിബ്, നല്ലതിനെ ചീത്തയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യരുത്. വലാ തഅ്കുലു അംവാലഹും ഇലാ അംവാലിക്കും, നിങ്ങളുടെ മുതലിലേക്ക് അവരുടെ മുതലിനെ ചേർത്തുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നൊക്കെ അവരുടെ കാര്യത്തിൽ അള്ളാഹു പറയുന്നു. അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയില്ല എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യത്താമ, യത്തീമുകളുടെ കാര്യത്തിൽ നീതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, ഫങ്കിഹു മാ താബലക്കും മിനൻ നിസാ, അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ മത്നാ വസുലാസ വറുബ, 2, 3, 4 നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്നും ഈ സൂറ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു, അവർക്കിടയിൽ നിങ്ങൾ നീതി ചെയ്യാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നതെങ്കിൽ, രണ്ടിലധികം വിവാഹം 2, 3, 4 വിവാഹം ചെയ്തിട്ട് അവർക്കിടയിൽ നിങ്ങൾക്ക് നീതിപൂർവ്വം വർത്തിക്കാൻ കഴിയില്ല എന്ന ഭയമുണ്ടെങ്കിൽ ഫവാഹിദത്തൻ, ഒന്നിനെ മാത്രം കല്യാണം കഴിക്കാനും പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടാകേണ്ട ഫെയർനെസ്, ജസ്റ്റ് ഡീലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ അബ്തലുൽ യത്താമ ഹത്താ ഇദാ ബലഗു നിക്കാഹ്, നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള യത്തീമുകൾ അവർക്ക് നിക്കാഹിൻ്റെ സമയമായോ എന്ന് നിങ്ങൾ അന്വേഷിക്കുകയും, ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ, അവരിൽ നിങ്ങൾ പ്രായപൂർത്തി, റുഷ്ദ് വകതിരിവ് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഫദ്ഫഉ ഇലൈഹിം അംവാലും, അവരുടെ ധനം നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണം. അവരുടെ ധനം ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യത്താമ, യത്തീമുകളുടെ ധനം ഭക്ഷിക്കുന്നവർ, ളുൽമൻ അതിക്രമപരമായിട്ട് ഭക്ഷിക്കുന്നവർ, ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറ, അവരുടെ വയറിലേക്ക് കഴിക്കുന്നത്
അവർ തീയാണ് തിന്നുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ മറ്റു വിഷയങ്ങളിലും അനന്തരാവകാശത്തിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ സൂറയിലാണ് കൃത്യമായ അതിൻ്റെ നിയമങ്ങൾ പറയുന്നത്. അനന്തരാവകാശം വീതം വെക്കുന്ന സമയത്ത് ഇതാ ഹലറൽ ഖിസ്മത്ത ഉലുൽ ഖുർബ വൽ യത്താമ അൽ മസാക്കിൻ, ആ സമയത്ത് ഉലുൽ ഖുർബ ബന്ധുക്കളോ യത്തീമുകളോ മറ്റു മിസ്കീന്മാരോ പ്രസൻ്റ് ആണെങ്കിൽ ഫർസുഖൂഹും, അവർക്ക് നിങ്ങൾ അവരെയും ഭക്ഷിപ്പിക്കും, അവർക്കും ഉപജീവനം നൽകും, മിൻഹു അതിൽ നിന്ന്. ഖൂലുലഹും ഖൗലൻ മാറൂഫ്, അവരോട് നല്ല രീതിയിൽ വർത്തിക്കും, നല്ല വർത്തമാനങ്ങൾ പറയും, അഥവാ നല്ല ജസ്റ്റ് ഫെയർ ആയിട്ട് അവരോട് ഡീൽ ചെയ്യും. അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കാനുള്ള പ്രോത്സാഹനം നമുക്ക് കാണാൻ കഴിയും. ഈ സൂറ നിസാ കുറേ മുന്നോട്ടെത്തുമ്പോൾ അവരെ കല്യാണം കഴിക്കാൻ ഫങ്കിയോന്ന ബീദിനി അഹ്ലിൻ, അവരുടെ അഹ്ലിൻ്റെ അവരുടെ ആളുകളുടെ സമ്മതത്തോടുകൂടെ അവരെ കല്യാണം കഴിക്കാനും വാത്തുഹുന്ന ഉജൂറഹുന്ന ബിൽ മാറൂഫ്, ഉറഫ് അനുസരിച്ചിട്ട് നാട്ടിലേറ്റവും ബെസ്റ്റ് രീതി അനുസരിച്ചിട്ട് അവർക്ക് അവരുടെ വിവാഹമൂല്യം നൽകാനും. അത് മാത്രമല്ല, അവർ ഫൈൻ അത്തൈന ബിഫാഹിഷ, അവർ അവിഹിതമായ വല്ല ബന്ധത്തിലും ഏർപ്പെടുകയാണെങ്കിൽ ഫഅലൈഹിന്ന നിസ്ഫു മാലൽ മുഹ്സനാത്ത്, സ്വതന്ത്രരായ സ്ത്രീകൾക്ക് ഉള്ള ശിക്ഷയുടെ മിനൽ അദാബ്, അവരുടെ ശിക്ഷയിൽ നിന്ന് പകുതി ശിക്ഷ മാത്രമേ അടിമ സ്ത്രീകൾക്ക് ഉള്ളൂ എന്നും അടിമ സ്ത്രീകളുടെ കാര്യത്തിൽ പറയുന്നു. അതുപോലെ പരസ്പരമുള്ള കാര്യങ്ങളിൽ, വിശ്വാസികൾ തമ്മിൽ പരസ്പരമുള്ള കാര്യങ്ങളിലും ഖുർആൻ സൂറ നിസാ കുറേ മുന്നോട്ടെത്തുമ്പോൾ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ബാത്തിലായിക്കൊണ്ട് അന്യായമായിക്കൊണ്ട് പരസ്പരം നിങ്ങൾ മുതലുകൾ തിന്നരുത്. ഇല്ലാൻ തക്കൂന തിജാറത്തൻ അൻ തറാദിൻ, പരസ്പരം സംതൃപ്തമായ പരസ്പരം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കച്ചവടം മുഖാന്തരമല്ലാതെ നിങ്ങളുടെ ധനം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് തിന്നരുത്. അതുപോലെ അമാനത്തുകൾ, ഉമർക്കും തുഅദ്ദുൽ അമാനാത്ത്, അമാനത്തുകൾ നിങ്ങൾ കറക്റ്റ് റിട്ടേൺ ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു ഇലാഹിലി, അതിൻ്റെ ആളുകൾക്ക്. അതുപോലെ വൈദാ ഹക്കംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദൽ, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധിക്കുകയാണെങ്കിൽ വളരെ ജസ്റ്റ്ലി, വളരെ ഫെയർലി വിധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹു വഅത്തിയുർ റസൂല ഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അതുപോലെ നിങ്ങളുടെ ഇടയിൽ പരസ്പര കൈകാര്യകർത്താക്കളുണ്ട്. നിങ്ങൾക്ക് കുറേ ലീഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിച്ച അമീർമാരുണ്ടാകും. റസൂലുള്ളാഹിൻ്റെ കാലത്താണെങ്കിൽ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഓരോ അമീർമാരുണ്ടാകും. അപ്പോൾ അമീർമാരുടെയൊക്കെ കമാൻഡ്സ്, അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കണം. അതുപോലെ പിന്നീടും നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ഉലുൽ അംർ, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കണം. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാനി അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തി ളാലിമി അഹ്ലുഹാ വജല്ലനാ മിൻ ലദുൻക വലിയ്യൻ വജല്ലനാ മിൻ ലദുൻക നസീറ. നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം? വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാതെ പോരാടാതിരിക്കാൻ എന്താണ് നിങ്ങൾക്ക് ന്യായം? എങ്ങനെയായിരിക്കെ വൽ മുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ, സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലുമുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള മുസ്തദ്അഫീൻ മിനർ റിജാലി വന്നിസായി വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തി ളാലിമി അഹ്ലുഹാ, അക്രമികളായ ഈ ആളുകളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. വജല്ലനാ മിൻ ലദുൻക വലിയൻ, നിൻ്റെ വക്കൽ നിന്നും ഒരു പ്രൊട്ടക്ടറെയും, വജല്ലനാ മിൻ ലദുൻക നസീറ, നിൻ്റെ വക്കൽ നിന്നും ഒരു ഹെൽപ്പറെയും ഞങ്ങൾക്ക് നീ അപ്പോയിൻ്റ് ചെയ്യണേ, ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കെ നീ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നില്ല എന്നും കുറേ മുന്നോട്ടെത്തുമ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെയർനെസ്, ജസ്റ്റ് ഡീലിങ് എല്ലാ കാര്യത്തിലും വേണം. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദാ ഹുയ്യത്തും ബി തഹിയ്യത്തിൻ ഫഹയ്യു ബി ഹസന മിന്ന, 86-ാമത്തെ ആയത്തിൽ പറയുന്നതാണ്. നിങ്ങളെ ഒരാൾ ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫഹയ്യു ബി ഹസന മിന്ന, അതിനേക്കാൾ ബെറ്ററായ രീതിയിൽ ഗ്രീറ്റ് ചെയ്യൂ. അവർ ഉദ്ദുഹ, അല്ലെങ്കിൽ ജസ്റ്റ് അതെങ്കിലും റിട്ടേൺ ചെയ്യൂ. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ, കാരണം അള്ളാഹു എല്ലാ കാര്യത്തിൻ്റെയും കണക്കുള്ളവനാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് കണക്കുള്ളതാണ്. നിങ്ങൾ എത്ര റിട്ടേൺ ചെയ്യുന്നു, എത്ര അധികം റിട്ടേൺ ചെയ്യുന്നു എന്നൊക്കെ അള്ളാഹുവിന് കണക്കുള്ളതാണ്. അതുപോലെ വൈദാ ഖളൈതുമുസ് സ്വലാത്ത വദ്കുറുല്ലാഹ ഖിയാമ വഖൂദൻ വഅലാ ജുനൂബിക്കും, നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാൻ ഇരുന്നും കിടന്നും ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിക്കും ഒക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ അതൊക്കെ നിസ്കാരത്തിൻ്റെ പരിപൂർണതയും അതിൻ്റെ ഫെയർനെസ്സുമാണ്.
അതുപോലെ നിങ്ങൾ നിർഭയരായി കഴിഞ്ഞാൽ അഖീമുസ്സലാ ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, നിസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ അത് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടും ഈ ഒരു ഫെയർ സംഗതി ഈ ഖുർആൻ ഈ സൂറയിൽ നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, ഇതിൻ്റെ ഒരു സെൻട്രൽ തീം പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ആയത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, ഖിസ്തിന്, ജസ്റ്റിസിന്, ഫെയർ ഡീലിങ്ങിന്, ഇക്വിറ്റിക്ക് നിങ്ങൾ നിലകൊള്ളണം. ശുഹദാലില്ല, അള്ളാഹുവിന് സാക്ഷിയായിക്കൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. വലൗ അല അംഫുസിക്കും, അത് നിങ്ങൾക്കെതിരെയാണെങ്കിലും, അവിൽ വാലിദൈനി വൽ അഖറബീൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ ആകട്ടെ, നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾക്കെതിരെ ആകട്ടെ, ഇനി നിങ്ങൾക്ക് തന്നെയും എതിരെ ആകട്ടെ, എങ്കിലും നിങ്ങൾ ഖിസ്തിന് വേണ്ടിയിട്ട് നിലകൊള്ളണം. അപ്പോൾ ഖിസ്ത് അതിലിൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ ഹവയെ പിൻപറ്റരുത് എന്നും പറയുന്നു. ഫലാത്തത്തബിയുൽ ഹവ അൻ തഅദിലു, അതിലിൻ്റെ മുക്കാബിലയായിട്ട് നിങ്ങളുടെ ഹവയെ നിങ്ങൾ പിൻപറ്റരുത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലുമുള്ള ഒരു ഫെയർനെസ്, ജസ്റ്റ് ഡീലിങ് ആണ് ഈ സൂറയിലെ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അള്ളാഹു പറയുന്നു യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് റിലാക്സേഷനാണ്, അള്ളാഹു നിങ്ങൾക്ക് ഭാരം ഒഴിവാക്കി തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു ഫെയർനെസ്സും ജസ്റ്റിസും ഉണ്ടാകുക വഴി നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകുകയാണ് ചെയ്യുക. വഖുലിക്കൽ ഇൻസാനു ലൈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വളരെ ലൈഫായിക്കൊണ്ടാണ്, വളരെ വീക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, ഇതിന് പകരം അക്രമം ആണ് ചെയ്യുന്നതെങ്കിൽ, ജസ്റ്റിസിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റാണ്, അതിലിൻ്റെ ഓപ്പോസിറ്റാണ് ലുൽമാണ് ചെയ്യുന്നതെങ്കിൽ, ഈ സൂറയിൽ തന്നെ നമുക്ക് വാണിംഗ് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടിട്ടും അഹ്ലുൽ കിതാബിൻ്റെ കോണ്ടക്സ്റ്റിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വബി ലുൽമിഹിം മിനല്ലദീന ഹാദു, യഹൂദരുടെ ലുൽമ് കാരണം ഹറംന അലൈഹിം തൊയ്യിബാത്ത്, അവർക്ക് നാം പരിശുദ്ധമായ പലതും ഹറാമാക്കി, ഒഹില്ലത്തിലും അവർക്ക് ഹലാലായിരുന്ന പല നല്ല കാര്യങ്ങളും അവർക്ക് ഹറാമാക്കി എന്ന് നമുക്ക് ഇതിലുള്ളൊരു വാണിംഗ് കാണാൻ കഴിയും. അവർക്ക് ഹലാലായിരുന്നു, പക്ഷേ അത് അള്ളാഹു ഹറാമാക്കി. അത് ഏത് വിധേനയുമാകാം, അതിൻ്റെ ലഭ്യതയിൽ ഹലാലായ ലഭ്യതയില്ലാതെയും ഇനി ഹലാലായ കാര്യം ഹറാമാണെന്ന് അവരുടെ കർമ്മശാസ്ത്രപരമായിട്ട് അവർ തീരുമാനിക്കുക വഴിയും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും. കാരണം നമുക്കറിയാം ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ യഹൂദർക്ക് ഹറാമാണ്. അപ്പം അങ്ങനെ അവർക്ക് നേരത്തെ ഹലാലായിരുന്ന പലതും അവരുടെ ദുൽമ് കാരണം അവർക്ക് ഹറാമാക്കിയെന്നാണ്. ഒരുപാട് ചിന്തനീയമായ ആയത്താണത്. അപ്പം ഇങ്ങനെ നാനാ മേഖലയിലുമുള്ള ഒരു ജസ്റ്റ് ഡീലിംഗ് ഈ സൂറയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഈ സൂറയിലെ ചില പർട്ടിക്കുലർ ആയത്തുകളെക്കുറിച്ചുള്ള റിഫ്ലക്ഷൻസ് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുർആൻ ടോക്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. റഹ്മാനായ റഹീമായ അള്ളാഹുവെ, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നീ തൗഫീഖ് നൽകണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.